സഖാവ് എ റഹീമിന് ഇംഗ്ലീഷ് ഒഴുക്കോടെ സംസാരിക്കാൻ അറിയുമോ ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നം. കർണാടകയുടെ തലസ്ഥാനത്ത് മുസ്ലിം ജനത വർഷങ്ങളായി തിങ്ങിപ്പാർക്കുന്ന കോളനികൾ ബുൾഡോസറുകൾ ഉപയോഗിച്ച് ഇടിച്ച് തകർക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ തന്നെ നേതൃത്വത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്താൻ ശ്രമിച്ച സാമുദായിക ധ്രുവീകരണത്തിന്റെ ഒരു രാഷ്ട്രീയമുണ്ടല്ലോ, ആ രാഷ്ട്രീയമാണ് ഇവിടെ ട്രോൾ ചെയ്യപ്പെടുന്നത്. അജയ് മോഹൻ സിംഗ് ബിഷ്ത് എന്ന യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായി കടന്നു വരുന്നതോടുകൂടിയാണ് അന്നുവരെ വെറും മണ്ണുമാന്തി യന്ത്രങ്ങൾ മാത്രമായിരുന്ന ബുൾഡോസറുകൾ എതിരാളികളെ കീഴ്പ്പെടുത്താനും ഭീഷണിപ്പെടുത്താനും ഭയപ്പെടുത്താനും ഇല്ലാതാക്കാനുമുള്ള രാഷ്ട്രീയ ആയുധങ്ങളായി ഇവിടെ ഉപയോഗിക്കപ്പെടാൻ തുടങ്ങിയത്. ഉത്തർപ്രദേശിലെ ഫത്തേപൂരിൽ 180 വർഷം പഴക്കമുള്ള നൂരി മസ്ജിദിന്റെ പ്രധാന ഭാഗങ്ങൾ ഇടിച്ചു നിരത്തിയത് യോഗി ആദിത്യനാഥിന്റെ ബുൾഡോസറുകളാണ്. ഉത്തർപ്രദേശിന്റെ വിവിധ ഭാഗങ്ങളിൽ യോഗി സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്നവരുടെ മതം നോക്കി അവരുടെ വീടുകളും കടകളും ഇടിച്ചു പൊളിക്കുന്ന സാഹചര്യങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. ഹരിയാനയിൽ ഭൂപേന്ദ്രഭായ് പട്ടേലിന് ബുൾഡോസർ ദാതയാകാനും മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൗഹാന് ബുൾഡോസർ മാമയാകാനും പ്രചോദനമായി മാറിയത് യോഗി ആദിത്യനാഥാണ്. ബുൾഡോസർ ബാബ എന്ന് കുപ്രസിദ്ധി ആർജിച്ച യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് 80% 20% തമ്മിലുള്ള മത്സരമാണ് എന്ന് മൈക്ക് വെച്ച് കെട്ടി പറയാൻ യാതൊരു മടിയും തോന്നിയിട്ടില്ലാത്ത യോഗി ആദിത്യനാഥ്, ആ യോഗി ആദിത്യനാഥിനെ കേരളത്തിലെ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വേദിയിലേക്ക് ക്ഷണിക്കാനും അയാളുടെ അഭാവത്തിൽ അയാളുടെ ആശംസകൾ മൈക്കിലൂടെ വായിക്കാനും മടി കാണിച്ചിട്ടില്ലാത്ത ഒരു സർക്കാരിനെ പിന്തുണയ്ക്കുകയും പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നവരാണ് കർണാടകയിലെ മുസ്ലിങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ മുതലെടുപ്പിന്റെ രാഷ്ട്രീയം നടത്താൻ ശ്രമിക്കുന്നത്. ആ മുതലെടുപ്പിന്റെ രാഷ്ട്രീയമാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ റോക്കറ്റിൽ കയറ്റി ശൂന്യാകാശത്തേക്ക് വിക്ഷേപിക്കപ്പെട്ടത്. ഇവരോടൊക്കെയും ഒന്നു മാത്രമേ പറയാനുള്ളൂ: പ്ലീസ് ഡു നോട്ട് ഡിവൈഡ് കേരള ഓൺ ദ ബേസിസ് ഓഫ് റിലീജിയൻ.